കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡിനെ പറ്റി ഇൻഡിവിജ്വലി കേട്ടിട്ടുണ്ടാവാം. എന്നാൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഐസ്ബർഗ് മോഡലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഐസ്ബർഗ് മോഡൽ എന്താണ്, കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് പിന്നിലുള്ള കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും. ഫിസിക്കൽ ഹെൽത്ത് ഡിമെൻഷനുള്ള കാര്യങ്ങൾ നമ്മൾ ഈസിയായി നോക്കി കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് റെഡിയാണോ എന്ന് നോക്കാൻ വേണ്ടി കൊളസ്ട്രോള്, ബ്ലഡ് ഷുഗർ ലെവല്, ഹേർട്ട് റേറ്റ് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. എന്നാൽ മെൻ്റൽ ഹെൽത്ത് ഡിമെൻഷനുള്ള കാര്യങ്ങൾ നമ്മൾ പലരും കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും കാണുന്നത്. കൂടാതെ നമ്മൾ മെൻ്റൽ ഹെൽത്തിൽ വലിയ ഫോക്കസ് കൊടുക്കാറുമില്ല. കാര്യം വേറൊന്നുമല്ല, നമ്മൾ പലരും മെൻ്റൽ ഹെൽത്ത് എങ്ങനെ നോക്കി കാണണമെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ മെൻ്റൽ ഹെൽത്ത് ഈസിയായി നോക്കി കാണാൻ പറ്റിയ രീതിയാണ് ഐസ്ബർഗ് മോഡൽ. ഐസ്ബർഗ് മോഡൽ പറയുന്നതിന് മുമ്പ് മെൻ്റലി ഹെൽത്തി എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്കൽ ഹെൽത്തിൽ നമ്മുടെ ബോഡി ഫങ്ഷൻസ് വെച്ച് നോക്കുന്നത് പോലെ നമ്മൾ ഏജൻസിയോടും ഗ്രാറ്റിറ്റ്യൂഡോടു കൂടിയാണ് നമ്മൾ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മെൻ്റലി ഹെൽത്തി എന്ന് പറയാം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹാർഡ് സിറ്റുവേഷൻ വന്നാലും നമ്മുടെ ഉള്ളിൽ ലൈഫിനോടുള്ള ആ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കാണും. ഇനി നമ്മൾ ഐസ്ബർഗ് മോഡലിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഡെഫിനിഷനെ രണ്ടായിട്ട് തിരിക്കാം. സ്ട്രക്ചർ ഓഫ് സെൽഫ് എന്നും ഫങ്ഷൻ ഓഫ് സെൽഫ് എന്നും. അതിൽ സ്ട്രക്ചർ ഓഫ് സെൽഫിലാണ് ഐസ്ബർഗ് മോഡൽ വരുന്നത്. സ്ട്രക്ചർ ഓഫ് സെൽഫിൽ 5 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ ഫോട്ടോയിൽ മുകളിൽ കാണുന്ന ആ ഒരു ചെറിയ ഭാഗത്തെ കോൺഷ്യസ് മൈൻഡ് എന്നും താഴെ ഡീപ്പായിട്ട് കാണുന്ന ആ ഒരു ഭാഗത്തെ അൺകോൺഷ്യസ് മൈൻഡ് എന്നും വിളിക്കാം. നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡും നമ്മൾ ലോജിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ കാരണം നമ്മുടെ കോൺഷ്യസ് മൈൻഡുമാണ്. ഇനി ഇതിനെ നമ്മുടെ പേടിയെയും വൾണറബിലിറ്റീസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ ഡിഫെൻസീവ് മെക്കാനിസം ഈ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ കൂടെ കാണാം. ഇതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ക്യാരക്ടർ സ്ട്രക്ചർ. ഈ ഡിഫെൻസീവ് മെക്കാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരാൾ ടഫ് ആവുന്നതും ഒരാൾ സോഫ്റ്റ് ക്യാരക്ടർ ആവുന്നതും. അങ്ങനെ നമ്മുടെ ക്യാരക്ടർ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഇനി ഇതിനെയെല്ലാം ടോട്ടലി വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഭാഗത്തെ നമുക്ക് സെൽഫ് എന്ന് പറയാം.